ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങളൊക്കെ അവസാനിച്ചെങ്കിലും അതിന്റെ ആവേശം ഒട്ടും ചോർന്നു പോയിട്ടില്ല. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു വികാരം തന്നെയാണ് അല്ലെ. ഈ ഒരു ഫുട്ബോളിന് ഒരു പ്രായാധിക്യമോ അല്ലെങ്കിൽ പ്രായം ഒന്നിന്റെയും ഒരു അടിസ്ഥാന ഘടകമല്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ഇളമ്പച്ചി തെക്കുംപാട് സ്വദേശിയായ കുഞ്ഞികൃഷ്ണേട്ടൻ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ഫുട്ബോളിനോട് എന്താണ് ഇത്രയും ഇഷ്ടം വരാൻ കാരണം? ഇഷ്ടം വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഫുട്ബോൾ കളിച്ചിട്ടാണ് നമ്മളെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ളവർ ശീലിക്കുന്നത്. ബാക്കി നമുക്ക് ബാക്കിയുള്ള സ്പോർട്സ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യേണ്ട അതിൻ്റെ ഉപകരണമുള്ള കാര്യം ഇല്ലാത്തതുകൊണ്ട് ഫുട്ബോൾ ആകുമ്പോൾ നമുക്കൊരു പന്ത് കിട്ടിയാൽ നമ്മൾ ഇവിടെ സെവൻസാണ് കളിക്കൽ. ഗ്രൗണ്ടിൽ ചെറിയൊരു ഗ്രൗണ്ടായതുകൊണ്ട് നമുക്കൊരു 14 ആൾക്ക് ഒരു ബോൾ കിട്ടിയാൽ കളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അത് ശീലമായി കളിച്ച് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നാടൻ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. ആ ക്ലബിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അതിൽ നല്ല നല്ല കളിക്കാരാവുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ലബ്ബുകാർ നമ്മളെ ആ ക്ലബിലേക്ക് കളിപ്പിക്കും. അങ്ങനെ ഞാൻ 3 വർഷം കണ്ണൂർ ജിംഖാനക്ക് അത് KFN അംഗീകൃതമായ KFNയിലേക്ക് ഞാൻ 3 വർഷം കളിച്ചത്. അത് കഴിഞ്ഞ് നമ്മളെ ജില്ല മാറി ഇങ്ങോട്ട് 2 കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ട പിന്നെ കാസർഗോഡ് ജില്ലക്ക് വേണ്ടി 3 പ്രാവശ്യം ഞാൻ ഫുട്ബോൾ രംഗത്ത് തുടർച്ചയായി കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മളെ പ്രായപരിധി കൂടി വരുന്നു. പിന്നെ നമ്മ ഒരു 25 വർഷം ഞാൻ തുടർച്ചയായിട്ട് ഫുട്ബോൾ തന്നെ കളിച്ചായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് കിട്ടിയിട്ടില്ല? ലേറ്റസ്റ്റ് ആയിട്ട് നമ്മ ഫുട്ബോൾ കളിയെല്ലാം ഒരു പ്രായം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു 6-7 വർഷം മുമ്പേ ഈ പ്രായമുള്ള ഒരു വെറുതെ വീട്ടിലിരിക്കാൻ പാടില്ല നില രീതിയിൽ പ്രായം നമുക്കൊരു പ്രശ്നമല്ല. ഇതിന്റെ മെയിൻ ഘടകം പ്രായം നമുക്കൊരു പ്രശ്നമല്ല. നമ്മുടെ മനസ്സാണ് നമുക്ക് ഏത് കാര്യത്തിനും അത് നിലനിർത്തി പോവാണ്ട ഒരു ഇത് നമ്മൾ ചിന്തിച്ചത് കൊണ്ട് ഒരു മാസ്റ്റേഴ്സിൻ്റെ ഒരു രൂപം കൊണ്ട് മാസ്റ്റേഴ്സിലേക്ക് നമ്മൾ ഈ പ്രായമുള്ളവർ മുമ്പത്തെ സ്പോർട്സ് കഴിഞ്ഞ് ഫുട്ബോളും കളിച്ച് ചെയ്ത് നിർത്തിയവർ നമ്മൾ ആ രംഗത്തേക്ക് ഇറങ്ങുന്നത്. ആ രംഗത്ത് ഇറക്കുമ്പോൾ നമുക്ക് പല പല പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മെഡൽ കിട്ടിയിട്ട് നമുക്ക് ഒരു പിന്നെ ഒരു സ്വർണ്ണ മെഡൽ പേര് മാത്രമല്ല, നമുക്ക് സ്വർണ്ണ മെഡലൊന്നുമല്ല കിട്ടുന്നത്. ഇത് ഗവൺമെൻറ്റായിട്ട് യാതൊരു ബന്ധവും കാര്യമില്ല. നമ്മൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. എന്നാൽ നമ്മൾ ആ പ്രായത്തിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല. നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ജനങ്ങളും നമ്മളെ വീട്ടിലെ നമ്മളെ പ്രായം നമ്മളെ പിന്നെ മക്കൾ നമ്മളെ പിന്നെ അച്ചാച്ചൻ്റെ ഒരു മെഡൽ കൊണ്ടിരുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം. പിന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം. എനിക്കിപ്പോൾ 64 വയസ്സായി. ഇതിനെ കൊണ്ട് എനിക്ക് വലിയ മെച്ചം ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. ഞാനങ്ങനെ എൻ്റെ ശരീരത്തിനെ പറ്റിയോ ആരോഗ്യത്തിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞതിനെ കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കാൻ പാടില്ല. എനിക്ക് ഇതുവരെ പറഞ്ഞാൽ ഈ 64 വയസ്സിലും എൻ്റെ ഈ പ്രായമില്ല ഒരു 80% ആക്കും എൻ്റെ ഒന്നിച്ച് നടന്നവർക്കും ഈ സ്പോർട്സ് മേഖല അല്ലാത്തവർക്ക് പല അസുഖങ്ങളാണ് നാട്ടിൽ. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ഈ അസുഖമൊന്നും എനിക്ക് ഈ പ്രായം വരെ ഇതൊന്നും വന്നിട്ടില്ല. അത് ഞാൻ അവരോട് പറയുമ്പോൾ അവരൊരു നീ ജനിച്ച് വീണത് ഒരു സ്പോർട്സും കൊണ്ടാണ്. അപ്പം നിൻ്റെ ബ്ലഡ് നല്ല ബ്ലഡായി, നല്ല ആരോഗ്യമായി. അതുകൊണ്ട് എനിക്ക് ഒരു വയറ് വരുന്നില്ല, നടക്കാൻ പ്രശ്നമില്ല, കാലിലെ മുട്ടിന് പ്രശ്നമില്ല. ഇതുവരെ എനിക്ക് 64 കൊല്ലമായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നം വന്നില്ല. പിന്നെ കളിക്കുമ്പോൾ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ട് ഹോസ്പിറ്റലാവലോ അത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, എന്തായാലും ഇദ്ദേഹത്തിന് പറയാനുള്ളത് സ്പോർട്സ് ഒരു ലഹരിയായി എടുക്കുക. ഇത്രയും വയസ്സായിട്ടും പ്രായം ഒന്നിന്റെയും പരിധിയല്ല, അത് ഞാൻ എടുത്തു പറയുകയാണ് അല്ലെ. പ്രായം ഒന്നിന്റെയും പരിധിയല്ല. നമുക്ക് നല്ലൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ, കായികക്ഷമതയുണ്ടെങ്കിൽ തന്നെ എത്ര കാലം വേണമെങ്കിലും വിജയിച്ച് തന്നെ മുന്നേറും. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.